കേണൽ ഡിനി, ഏപ്രിൽ 8-ന് വെടിനിർത്തൽ ധാരണ നടപ്പിലായതിനു ശേഷം ഇതാദ്യമായാണ് ആക്രമണം. മാത്രമല്ല, ഡൊണാൾഡ് ട്രംപ് പ്രത്യാക്രമണം ഒഴിവാക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിച്ചെങ്കിലും ചെവിക്കൊണ്ടില്ല. ഇസ്രയേൽ തിരിച്ചടിച്ചിരിക്കുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു നിലവിലുള്ള സാഹചര്യം? ശ്രീ അനിൽ, ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഓൾറെഡി ആയിരുന്നു. അതായത് നേരത്തെ തന്നെ അറിയാം, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിൽ കുറച്ചും കൂടെ ഒരു കോംപ്ലക്സിറ്റി വന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതിനകത്ത് 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഒരു ഭാഗത്ത് ഇറാനും US-ഉം തമ്മിൽ നമുക്കറിയാം 2-3 ദിവസം മുൻപായിട്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അറ്റാക്സ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിന്റെ പാരലൽ ആയിട്ട് തന്നെ ഡൊണാൾഡ് ട്രംപ് അറ്റ്ലീസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ചർച്ചയ്ക്ക് ചെയ്യാൻ പോകുന്നു, ഇപ്പം പീസ് ഡീൽ വരും, അങ്ങനെയൊക്കെയുള്ള രീതി നടക്കും. അതിന്റെ മറുവശത്ത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ലെബനനിലേക്ക് കഴിഞ്ഞ 25 വർഷം പോകാൻ പറ്റാത്ത അത്രയും ദൂരത്ത് ലെബനനിലേക്ക് അവർക്ക് അങ്ങോട്ട് പോയി അവരവിടെ ഹെസ്ബുള്ളയെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഹെസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു, ഇസ്രായേൽ തിരിച്ച് ഹെസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് കണ്ടിട്ട് ഇസ്രായേലിനെ ഇപ്പൊ അറ്റാക്ക് ചെയ്തു. അപ്പം ഇത് തിരിച്ച് വീണ്ടും ഒരു ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിലേക്ക് ഏപ്രിൽ 8 കഴിഞ്ഞ് വീണ്ടും അതേ സ്ഥിതിയിലേക്ക് എത്തി വന്ന് നിൽക്കുകയാണ്. അപ്പം ഇത് കാണുന്നത്, ഓൾദോ ഇപ്പം പറഞ്ഞു ഡൊണാൾഡ് ട്രംപ് ആണ് വിളിച്ച് പറഞ്ഞത് നിങ്ങൾ ഇത് നിർത്തണം എന്നുള്ളത്, എനിക്ക് അതിനകത്ത് എത്രമാത്രം അത് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതിനകത്ത് വലിയൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പം ഇസ്രയേലും US-ഉം തമ്മിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ട് മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. കാരണം ഇതിന്റെ ഇപ്പം ഫൈറ്റർ എയർക്രാഫ്റ്റ് ഉപയോഗിച്ചാണ് ഇറാനിൽ അറ്റാക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അത് US-ന്റെയും ഉണ്ട്, ഇസ്രായേലിന്റെയും ഉണ്ട്. അതുപോലെ തന്നെ റഡാർ സിസ്റ്റം, മറ്റു കാര്യങ്ങളെല്ലാം പല രീതിയിലുള്ള കോർഡിനേഷൻ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രമാത്രം ഇത് US അറിയാതെ അല്ലെങ്കിൽ US-യുടെ അനുമതി ഇല്ലാതാണ് ഇസ്രായേൽ അറ്റാക്ക് ചെയ്തെന്നുള്ളത് വലിയൊരു കാരണം. അത് എനിക്ക് ഒരു കോർഡിനേറ്റഡ് ആയിട്ട് ആണോ, അതൊരു സ്ട്രാറ്റജി ആണോ എന്നുള്ള ചോദ്യങ്ങളുണ്ട്. കാരണം ഇറാൻ ഒരു കാരണവശാലും ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതുവരെ കാണുന്നത്. അതായത് ആക്ച്വലി പറഞ്ഞാൽ ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പെട്ടിരിക്കുകയാണ്. കാരണം ഒരു 2-3 ആഴ്ച 4 ആഴ്ച കൊണ്ട് തീർക്കാം. അദ്ദേഹം ധാരാളം യുദ്ധങ്ങൾ, ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും തീർത്തൊരു വ്യക്തിയാണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ അദ്ദേഹം തന്നെ ഇടപെട്ട് നിർത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു യുദ്ധത്തിൽ ഇറങ്ങി തിരിഞ്ഞപ്പം അത് എങ്ങനെ നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു ചോദ്യം അദ്ദേഹത്തിന് മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെ എങ്ങനെ മറികടക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇറാൻ പുതിയൊരു അല്ലെങ്കിൽ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചു. അതായത് നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ചർച്ച നടത്തണമെങ്കിൽ ഒരു കാരണവശാലും ലെബനനിലേക്ക് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ ഒരു വെടിനിർത്തൽ പൂർണ്ണമായി മാത്രമേ US-ഉം ഇറാനും തമ്മിലുള്ള എന്തെങ്കിലും ഒരു ഡീൽ വരത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പൊ പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചോളം ഹിസ്ബുള്ള ഇപ്പോഴും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏപ്രിൽ 8 കഴിഞ്ഞിട്ട് ഇതുവരെ ഏകദേശം 30ഓളം ഇസ്രായേലി സൈനികർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും അത് അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. അവർക്കും അതിന്റെ ഒരു ഡിഫൻസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അവർ നോക്കുന്നത് ഈ ഒരു യുദ്ധം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിടെ ശാന്തി വേണം, ആ സെക്യൂരിറ്റി അവരുടെയും വേണം. അതുകൊണ്ട് ഒരു ബഫർ സോൺ എന്നുള്ള നിലയിൽ അവർ ചെയ്യണം. ഹമാസിനെ എങ്ങനെയാണോ ഗാസയിൽ അവർ ആ രീതിയിലേക്ക് വെച്ചേക്കുന്നത്, അതേപോലെ തന്നെ നോർത്തിൽ ലെബനനിൽ ഹെസ്ബുള്ളയെ ഒരു പരിധി വരെങ്കിലും അവർക്ക് ഇല്ലാതാക്കാൻ പറ്റും എന്നുള്ള ശ്രമത്തിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കോംപ്ലക്സ് ആയിട്ടൊരു സിറ്റുവേഷൻ ആണ്. ഇതൊരു നമ്മളെപ്പോഴും ഒരു പ്രതീക്ഷയോടെ നോക്കും. അതായത് ഇപ്പൊ എന്താ അടുത്ത ഉടനെ സമാധാനം വരും, പക്ഷെ അപ്പോഴും തന്നെ വേറെ എന്തെങ്കിലും രീതിയിലേക്ക് ഒരു വഴി തിരിഞ്ഞു പോവുകയാണ്. അപ്പൊ അതിന്റെ ഏറ്റവും ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്നും ഇന്നലെ ആയിട്ട് ഈ ഇറാനും ഇസ്രായേലും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ മിസൈൽ സ്ട്രൈക്സ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് എങ്ങോട്ടാ പോകുന്നതെന്നുള്ള ഒരു കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഷുവർ ആണ് ശ്രീ അനിൽ, ഇതിനകത്ത് US-ന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വലിയൊരു പങ്കുണ്ട്. അദ്ദേഹം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു പ്യുവറായിട്ട് ഒരു മിലിറ്ററി മൈറ്റ് ഉപയോഗിച്ച് ഇറാനെ ഇല്ലാതാക്കി അല്ലെങ്കിൽ ഇറാനെ മുട്ടുകൊത്തിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതായത് ഒരു മാക്സിമലിസ്റ്റിക് പൊസിഷൻ എന്ന് പറയുന്ന പോലെ ആ രീതിയിലാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് എത്രമാത്രം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇതുവരെ ഇറാന്റെ ഭാഗത്ത് അവർ പിടിച്ചു നിൽക്കുന്നുണ്ട്. 100 ദിവസം കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഈ വരും ദിവസങ്ങളിൽ വലിയ ചോദ്യചിഹ്നങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പൊ ഇത് എങ്ങോട്ട് പോകുന്നുള്ള, പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ഒരു കോംപ്ലക്സ് സിറ്റുവേഷൻ ആണ്. അത് കുറച്ചും കൂടെ കോംപ്ലക്സ് ആയി എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഓക്കെ, കേണൽ ഡിനി, നോക്കൂ, ഇറാഖിലെ കുർദ് സ്വാധീന മേഖലകളിൽ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. വടക്കൻ ഇറാഖിലെ സുലൈമാനിയ പ്രവിശ്യയിലേക്കും ഇറാൻ ആക്രമണം നടന്നിട്ടുണ്ട്. ഇറാൻ ആക്രമണം നടക്കുമ്പോൾ ഈ മറ്റ് മുസ്ലിം ഡൊമിനേറ്റഡ് രാജ്യങ്ങളിലും നമുക്ക് അറിയാവുന്നത് പോലെ ഈവൻ അതെ, അത്തരം കേന്ദ്രങ്ങളിലുള്ള ആക്രമണം ഒരു ഭാഗത്ത് തുടരുന്നുണ്ട്. ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ മുസ്ലിം ഭൂരിപക്ഷ മേഖലകൾ ആക്രമണത്തിന് വിധേയമാക്കുന്നു എന്നുള്ളതാണ്. അതും വളരെ ആശങ്കയോടെയല്ലേ നോക്കിക്കാണേണ്ടത്?
തീർച്ചയായിട്ടും അവരിപ്പം അവരുടെ ഒരു സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനകത്ത് നോക്കൂ, അവര് ഇപ്പം ഈ ഇറാഖിന്റെ കുർദ് സ്ഥലങ്ങൾ മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ടു ബഹ്റൈൻ, കുവൈത്ത്. അപ്പൊ ഈ കുവൈത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരു കാരണവശാലും അവിടെ എന്താ പറഞ്ഞ അവരൊരു ഈ അബ്രഹാം അക്കോർഡിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്കുള്ള ഒരു ഇസ്രായേലുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അടുപ്പമൊന്നും കാണിച്ചിട്ടില്ല. അവരുടെ യുഎസിന്റെ ബേസ് ഉണ്ട് ശരിയാണ്, പക്ഷെ അവർ അറ്റാക്ക് ചെയ്തത് എയർപോർട്ടിലേക്കാണ്. അപ്പൊ അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു മുസ്ലിം അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ ഇറാൻ കൊടുക്കുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവരെ സംബന്ധിച്ചോളം എവിടെയൊക്കെ യുഎസിന്റെ വൾണറബിലിറ്റി ഉണ്ടോ അല്ലെങ്കിൽ യുഎസിന്റെ ഏതൊക്കെ രീതിയിലേക്ക് അവർക്ക് ആ ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഞങ്ങൾ യുഎസിനെ ചെറുത് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ എവിടെയൊക്കെ കിട്ടുന്നുണ്ടോ അവിടെയൊക്കെ അവരത് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ്. അതിനകത്ത് കുവൈറ്റ് ആയാലും ബഹ്റൈൻ ആയാലും ഇറാഖിന്റെ സ്ഥലങ്ങളായാലും ശരി, ഇപ്പം ഇസ്രായേലിന്റെ ഭാഗത്തുള്ള അറ്റാക്ക് ആയാലും ശരി. പക്ഷെ അതിന് ഇസ്രായേലും തിരിച്ച് അതേപോലെ തന്നെ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ അവരുടെ സെക്യൂരിറ്റിയാണ് അവരുടെ പ്രൈം ഇമ്പോർട്ടൻസ്. അതായത് അവർക്ക് അവരുടെ സുരക്ഷ വേണം. അപ്പൊ ആ സുരക്ഷയ്ക്ക് വേണ്ടി അവർ ഏത് അറ്റം വരെ പോകാനുള്ളതാണ് നമ്മളിപ്പോ ഇത്ര നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലേക്ക് പോകണം. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഒരു അസിമെട്രിക് വാർ എന്ന് പറയുമ്പം ഇറാനെ സംബന്ധിച്ചോളം അവർക്ക് പിടിച്ചു നിന്നാൽ മാത്രം മതി. അവരെ സംബന്ധിച്ചോളം പിടിച്ചു നിന്നാൽ അത് വലിയൊരു ശക്തിയായിട്ട് യുഎസും അതിന്റെ കൂടെ തന്നെ നല്ലൊരു ശക്തിയായിട്ടുള്ള ഇസ്രായേലും കമ്പൈൻഡ് ആയിട്ട് ഇറാനെ പോലുള്ള രാജ്യത്തെ അറ്റാക്ക് ചെയ്യുമ്പം ഒരു അസിമെട്രി ഉണ്ട് അവിടെ. പക്ഷെ അവർ ആ കൺവെൻഷണൽ സ്ട്രെങ്ത് ഉപയോഗിച്ചല്ല ഇറാൻ ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ ഈ ഡ്രോൺസ് ആയാലും ശരി മറ്റു രീതിയിലുള്ള അറ്റാക്സ് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത്രയും ദിവസം അവർ പിടിച്ചു നിന്നു. നമുക്ക് ആരും വിചാരിച്ചില്ല ഇത്രയും ദിവസം വരെ ഇറാൻ പിടിച്ചു നിൽക്കും എന്നുള്ളത്. പക്ഷെ അവരതിനെ അവർ ചെയ്തു. രണ്ടാമതായിട്ട് അവർ മിലിറ്ററി മാത്രമല്ല നോക്കിയത്, അവർ എക്കണോമിക് വാർഫെയർ എന്നുള്ള നിലയിൽ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിനെ അവർ വെപ്പനൈസ് ചെയ്തു. അപ്പൊ അവിടെയും വലിയൊരു ഒരു പ്രോബ്ലം ഉണ്ട്, നമ്മളെ പോലുള്ള എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇറാന്റെ സമയത്ത് അവർ സ്മാർട്ടായിട്ട് അത് ചെയ്തു എന്ന് തന്നെ നമുക്ക് എന്താണ് സമ്മതിക്കേണ്ടി വരും. അപ്പൊ ആ രീതിയിലേക്ക് ഇന്ന് അത് ഒരു മുസ്ലിം കൺട്രീസിന് വേണ്ടി മാത്രമായിട്ടല്ല അവർ നോക്കുന്ന അവരുടെ ഒരു ചെറുത്തുനിൽപ്പ് വേണം എന്നുള്ളത്. അത് യുഎസിന്റെ മുന്നിൽ യുഎസ് പറയുന്ന പോലത്തെ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്ന പോലത്തെ ഒരു വ്യവസ്ഥയിലല്ല ഞങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. ഇതൊരു വാർ നിങ്ങൾ എത്ര നീട്ടിയാലും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ള ഒരു പെർസെപ്ഷൻ അറ്റ്ലീസ്റ്റ് ഇറാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും.